പദ്ധതികളൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. CPM സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തത്സമയം. നമുക്കതിനെയെല്ലാം ഒരു 3-4 ഭാഗമായിട്ട് മാറ്റാൻ കഴിയും. അതിലൊന്നാമത്തെ കാര്യം, ഒരു സംശയമില്ലാതെ എല്ലാവരും പറയുകയും മുഖ്യമന്ത്രി തന്നെ അംഗീകരിക്കുകയും ചെയ്തിട്ടുള്ള സ്വകാര്യവൽക്കരണമാണ്. ഇപ്പോൾ ഇവിടെ ഞാനൊരു നെഹ്റുവിയൻ സോഷ്യലിസ്റ്റാണ് എന്നാണ് അദ്ദേഹം അവകാശപ്പെടുക. നെഹ്റുവിയൻ സോഷ്യലിസത്തിൻ്റെ ഭാഗമായി പൊതുമേഖലാ സ്ഥാപനങ്ങൾ പൂർണ്ണമായിട്ട് അടച്ചുപൂട്ടാനും അതിൻ്റെ സ്വത്തുമെല്ലാം കോർപ്പറേറ്റുകൾക്ക് ഉൾപ്പെടെ നൽകാനും തീരുമാനിക്കപ്പെടുന്ന സാഹചര്യം എന്ന് പറയുന്നത് നെഹ്റുവിയൻ സോഷ്യലിസത്തിൻ്റെ നേരെ എതിർവശമാണ് എന്ന് വളരെ വ്യക്തതയോടുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ വിപരീത ദശയിലാണ് യഥാർത്ഥത്തിൽ കേരള ഗവൺമെൻറ് ഇപ്പോൾ അവതരിപ്പിച്ച ബഡ്ജറ്റിലൂടെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ട അവരുന്നയിക്കുന്ന കാര്യങ്ങൾ പരിശോധിച്ചാൽ നമ്മുടെ ധാതു സമ്പത്ത്, റെയർ എർത്ത് ഉൾപ്പെടെ കോർപ്പറേറ്റുകൾക്ക് നൽകുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ പ്രവർത്തനം ദക്ഷിണ കേരളം, പ്രത്യേകിച്ച് ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം മേഖലയാക്കി തിരിച്ച് ഓരോരോ ഭാഗം ആയി എടുത്ത് വിവിധ പേരുകളിലാണത് വിളിക്കുന്നത്. അത് ഒന്ന് അവർ പറയുന്നത് വിഷൻ സമുദ്ര, ഒരു പ്രധാനപ്പെട്ട പേരിട്ട് വിളിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ റെയർ എർത്തിൻ്റെ ഖനനത്തിന് ഇന്നേ വരെ കേരളം കഴിഞ്ഞ 10 കൊല്ലക്കാലം പ്രത്യേകിച്ചും ഗവൺമെൻറ് പൊതുമേഖലാ സ്ഥാപനത്തെ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇനി സ്വകാര്യ കുത്തകകൾക്ക് നൽകാൻ തീരുമാനിക്കുന്നു. എന്നിട്ട് അതിനു വേണ്ടി പല പേരുകളും കണ്ടെത്തി വിളിക്കുന്നു എന്നുള്ളതാണ്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ലാൻഡ് ബാങ്കാണ്. 1969 ഒക്ടോബർ 14 കാർഷിക ഭൂപരിഷ്കരണ ഭേദഗതി നിയമം കേരളം പാസാക്കിയത്. അതിൻ്റെ തുടർച്ചയിൽ അത് നടപ്പിലാക്കാൻ വേണ്ടി നടത്തിയ ശ്രമത്തിൻ്റെ ഭാഗമായി വലിയ പോരാട്ടങ്ങളും സമരങ്ങളും രക്തസാക്ഷിത്വങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് 1970 മുതൽ. അങ്ങനെ 36 ലക്ഷത്തിലധികം കുടുംബങ്ങൾക്ക് അന്ന് 5 സെൻറ്റ് മുതൽ 15 ഏക്കർ വരെ ഭൂമി ലഭിക്കുകയുണ്ടായി. ആ 69 കഴിഞ്ഞ് നിയമം പാസ്സാക്കി കഴിഞ്ഞപ്പോൾ ആ ഗവൺമെൻറ് പോയി. ആ ഗവൺമെൻറ് പോയതിന് ശേഷം പിന്നെ വന്ന ഗവൺമെൻറ്റുകൾ കാർഷിക ഭൂപരിഷ്കരണ ഭേദഗതി നിയമത്തിൻ്റെ കൃത്യമായ ആനുകൂല്യങ്ങൾ, ഭൂമി ഉൾപ്പെടെ, നേരത്തെ പറഞ്ഞ കുടികടപ്പൊക്കെയാണ് കിട്ടിയത്. ലക്ഷക്കണക്കിന് ഭൂരഹിതരായ പട്ടികജാതി പട്ടികവർഗ വിഭാഗമുണ്ട്, ദരിദ്ര കൃഷിക്കാരുണ്ട്, കർഷക തൊഴിലാളികളുണ്ട്. ഇവർക്കെല്ലാം ഭൂമി കിട്ടേണ്ടതാണ്. ആ ഭൂമി യഥാർത്ഥത്തിൽ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് മാറി അധികാരത്തിൽ വന്ന ഗവൺമെൻറ് ഇഷ്ടദാനം ഉൾപ്പെടെയുള്ള വിവിധ പേരുകളിൽ മിച്ചഭൂമി ഇല്ലാതാക്കാനും അന്നത്തെ ജന്മിമാരുൾപ്പെടെയുള്ള ഭൂപ്രഭുക്കന്മാർ അന്നു മുതലേ കേസിൽപ്പെട്ട് ഉൾപ്പെടുത്തി നിൽക്കുകയും ചെയ്യുന്ന ഭൂമി ഉൾപ്പെടെ സാധാരണക്കാരായ ഈ പാവപ്പെട്ട മനുഷ്യർക്ക് നൽകുന്നതാണ് ഭൂപരിഷ്കരണത്തിൻ്റെ തുടർച്ചയിൽ വേണ്ടത്. 1 ഇഞ്ച് ഭൂമിയില്ലാത്ത പട്ടികവർഗ വിഭാഗമുണ്ട്. ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് പറഞ്ഞിരുന്നത് അവർക്ക് 1 ഏക്കർ ഭൂമി വീതം കൊടുക്കുമെന്നാണ്. കുറേ കൊടുക്കാനായി, കുറേ കൊടുക്കാനായിട്ടില്ല. അപ്പോൾ അത്തരം ഗവൺമെൻറ്റിൻ്റെ കയ്യിലേക്ക് വരുന്ന ഭൂമികളെല്ലാം
ഇവിടെ ഈ പട്ടികജാതി പട്ടികവർഗം ഉൾപ്പെടെ പ്രത്യേകിച്ച് പട്ടികവർഗം ഗോത്ര വിഭാഗം ഒരു തരി ഭൂമിയില്ലാത്ത ഈ പാവപ്പെട്ട മനുഷ്യർക്ക് കൃഷിക്ക് വേണ്ടിയും അതുപോലെ വീട് വെക്കാനും വേണ്ടി മിനിമം 1 ഏക്കർ ഭൂമിയെങ്കിലും നൽകണം എന്ന ഈ കേരളത്തിൻ്റെ ആവശ്യം പൂർണ്ണമായും ഇല്ലായ്മ ചെയ്ത് ഭൂപരിഷ്കരണം 2.0 എന്ന പേരിൽ ഇവിടെ കോർപ്പറേറ്റുകൾക്ക് ഭൂമി നൽകാനുള്ള കുൽസിത ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് സ്വകാര്യവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് അതിനെയും നമുക്ക് കാണാൻ കഴിയും. നെടുമ്പാശ്ശേരി എയർപോർട്ട് ഉൾപ്പെടെ ഇപ്പോൾ തിരുവനന്തപുരമൊക്കെ അദാനിയുടെ കയ്യിൽ തന്നെയാണ്. അതും വിൽക്കുന്നതിനെ പറ്റിയാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു ഭാഗത്ത് സമുദ്രതീരം മുഴുവൻ, പ്രത്യേകിച്ച് ആലപ്പുഴ കൊല്ലം മേഖല ഉൾപ്പെടെ തുറമുഖങ്ങൾ, എയർപോർട്ടുകൾ, ആകാശവും ഭൂമിയും വെള്ളവുമെല്ലാം സ്വകാര്യവൽക്കരിക്കുന്ന പ്രക്രിയക്ക് വിധേയപ്പെടുത്തുന്ന, നേരത്തെ ധവളപത്രത്തിൽ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങളെല്ലാം ഈ ബഡ്ജറ്റിൻ്റെ ഭാഗമായിട്ടും പറഞ്ഞു പോകുന്നു എന്നുള്ളതാണ് സത്യം. മനോരമ പറഞ്ഞതുപോലെ എവിടെ നിന്നാണ് ഈ പണം എന്ന ചോദ്യം പൊതുവേ കേരളം മുഴുവൻ ചോദിച്ചപ്പോൾ ധനകാര്യ വകുപ്പ് മന്ത്രി, മുഖ്യമന്ത്രി പറഞ്ഞത് സ്വകാര്യവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്നാണ്. ഞാൻ മറച്ചു വെക്കുന്നില്ല, ഞാൻ കണ്ടതാണ് ആ പത്രസമ്മേളനം, ഞാൻ മറച്ചു വെക്കുന്നില്ല. സ്വകാര്യ മൂലധനത്തെ പൂർണ്ണമായി ആശ്രയിക്കാതെ കേരളത്തിൽ എങ്ങനെയാണ് വളരാനാവുക എന്ന ചോദ്യമാണ് അദ്ദേഹം ഉന്നയിച്ചത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൻ്റെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, നമ്മുടെ ഭൂമിയും നമ്മുടെ ആകാശവും നമ്മുടെ ജലാശയങ്ങളും, പ്രത്യേകിച്ച് കടൽ ഉൾപ്പെടെ, സീപോർട്ടും എയർപോർട്ടും ഉൾപ്പെടെ എല്ലാം വിൽപ്പനക്ക് വെച്ച് പണം അങ്ങനെ ഞങ്ങൾ ഉണ്ടാക്കും എന്നാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചാർട്ടേഡ് വിമാനത്തിൽ മംഗലാപുരം പോയതുമായി ബന്ധപ്പെട്ട് ചർച്ച ഉയർന്നു വന്നപ്പോൾ എന്തായിരുന്നു എന്ന ചോദ്യം പ്രധാനമായിരുന്നു. സ്വകാര്യവൽക്കരണത്തിന്റെ ആമുഖ പ്രസംഗമാണ് വി ഡി സതീശന്റെ ബജറ്റ് എന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ വിമർശനം. നെഹ്റുവിയൻ സോഷ്യലിസത്തിന്റെ നേർ വിപരീത ദിശയിലാണ് നിലവിൽ സർക്കാർ സഞ്ചരിക്കുന്നത്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടാനും സ്വത്ത് സ്വകാര്യ മേഖലയ്ക്ക് നൽകാനുമാണ് നീക്കം. ധാതുമേഖല കോർപ്പറേറ്റുകൾക്ക് തീരെഴുതാനുള്ള ശ്രമം നടക്കുന്നു. അതിൻ്റെയൊക്കെ ആമുഖമാണ് ഈ ബജറ്റ് എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ വിമർശനം.